അല്ല, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായി ഭരണം നടത്തുമ്പോൾ അന്ന് പോലീസ് മർദ്ദനമേറ്റ് കിടന്ന 28-29 വയസ്സുകാരൻ ഓർമ്മയിൽ വരാറുണ്ടോ? കാര്യം ശരീരത്തിലെ മുറിവിനേക്കാൾ വലിയ പോറലുകൾ അന്ന് മനസ്സിലേറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ മാനസികാവസ്ഥ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അത്തരം ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയയും കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. ഏതെങ്കിലും തരത്തിൽ ഒരു ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നൊരു കേസ് വന്നാൽ നമ്മളത് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള നില തന്നെ എടുത്തിരിക്കുകയാണ്. അത് ഉടനെ CBIക്ക് കൊണ്ടുവന്നതാണ്. കാരണം ഇവിടുത്തെ ഏജൻസി തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് ആ നില തന്നെ സ്വീകരിച്ചു പോവുകയാണ്. അതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അത് നിസ്സഹായരായ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണെങ്കിലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇന്ന് നേരിടുന്ന ഒരു ദുരവസ്ഥ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വ്യാജ ആരോപണങ്ങളും നേരിടേണ്ടി വരുന്നു എന്നതാണ്. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും ഒക്കെ ഉണ്ട്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ അങ്ങ് ഒരുപാട് നേരിട്ടിട്ടുമുണ്ട്. ഇങ്ങനെ പതരാതെ നേരിടാൻ പ്രാപ്തനാക്കിയത് അങ്ങയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണോ, അത് മറ്റു ജീവിതാനുഭവങ്ങളാണോ? അത് നമ്മുടെ മനസ്സെപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകരുത്. നിങ്ങളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിൻ്റെ ഭാഗമായുള്ള എന്തെങ്കിലും ഒരു അംശത്തിൻ്റെ പങ്കാളിത്തം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും. ഒന്നുമില്ലാത്തൊരു കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ പേരിലുള്ളതാണെന്ന് വന്നിരുന്നു. ഒരു വീട് തന്നെ കാണിച്ചുകൊണ്ട് അത് എൻ്റെ വീടാണ് എന്ന്, മറ്റൊരാളുടെ വീട് എൻ്റെ വീടാണെന്ന് കാണിച്ചുകൊണ്ട് വാർത്തകൾ വന്നു. ആ വീട്ടുടമ തന്നെയാണ് എന്നെ അറിയിക്കുന്നത്, ഇതെൻ്റെ വീടാണ്, നിങ്ങളുടെ വീടല്ല. ഇങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത്. പിന്നെ സിംഗപ്പൂർ കമല ഇൻ്റർനാഷണൽ, അങ്ങനെ ഒരു കമ്പനിയുണ്ട്. ഒരു ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഒരു തരത്തിലും ബാധിക്കേണ്ട കാര്യമില്ല. അതിന് എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത്, തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇതേവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും.